ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയിൽ അന്തിമ ധാരണയിലെത്താൻ ലക്ഷ്യമിട്ട് ഹമാസും ഇസ്രായേലും നടത്തിയ ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈജിപ്ഷ്യൻ നഗരമായ ഷാം എൽ ഷൈഖിലാണ് ഇരുവിഭാഗവും അനൌദ്യോഗിക ചർച്ച തുടങ്ങിയത്. ഫലസ്തീൻ തടവുകാരെ മോചിപ്പിച്ച് എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ചർച്ചയ്ക്ക് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം. സമാധാന പദ്ധതിയോട് ഹമാസ് അനുകൂലിക്കുന്നുവെങ്കിലും ഗസയുടെ ഭാവിയും നിരായുധീകരണവും ഇവർ അംഗീകരിക്കുന്നില്ല. അതേസമയം ഗസ സമാധാന പദ്ധതിയെ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതിനോട് തണുപ്പൻ രീതിയിൽ പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചൂടായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസിന്റെ അനുകൂല പ്രതികരണത്തെക്കുറിച്ച് നെതന്യാഹുവുമായി ഫോണിൽ സംസാരിക്കവേ അതിലാഘോഷിക്കാൻ ഒന്നുമില്ല, അതിൽ വലിയ കഴമ്പൊന്നും ഇല്ല എന്ന മറുപടിയായിരുന്നു ട്രംപിനെ ചൊടിപ്പിച്ചത് എന്ന് വേണം പറയാൻ. എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും ഇത്ര നെഗറ്റീവ് ആകുന്നത്? ഇതൊരു വിജയമാണ്, സ്വീകരിക്കൂ എന്ന് ട്രംപ് അനിഷ്ടത്തോടെ പറയുകയും ചെയ്തു. ഒക്ടോബർ 3-നാണ് സംഭവം നടന്നതെന്ന് US ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗസയിൽ ഹമാസിന്റെ ഭരണമാറ്റവും നിരായുധീകരണവും വ്യവസ്ഥ ചെയ്യുന്ന കരാറിനെ നെതന്യാഹു സ്വാഗതം ചെയ്തെങ്കിലും പൂർണ്ണമായി തീവ്ര സംഘടനയെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇസ്രായേൽ ഗസയിൽ നിന്ന് സമ്പൂർണ്ണമായി പിൻവാങ്ങിയാൽ ബന്ദികളെ വിട്ടയക്കുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നാണ് ഹമാസ് നിലപാട്. ഹമാസ് അംഗങ്ങൾ അക്രമം ഉപേക്ഷിക്കുകയും ആയുധങ്ങൾ അടിയറ വയ്ക്കുകയും ചെയ്താൽ ഗസയിൽ തുടരാമെന്നും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് നെതന്യാഹുവിന് വിജയത്തിനുള്ള അവസരമാണെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞതായി ട്രംപ് പിന്നീട് ആക്സിയോസിനോട് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് സമ്മതമാണ്, വേറെ വഴിയില്ല, ട്രംപിനെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള ഫോൺ കോളിന് ശേഷം ഗസയിലെ വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് പ്രസ്താവന ഇറക്കിയിരുന്നു. 3 മണിക്കൂറിനുള്ളിൽ നെതന്യാഹു ബോംബാക്രമണം നിർത്താനുള്ള ഉത്തരവിറക്കുകയും ചെയ്തു. ഞായറാഴ്ച അമേരിക്കൻ സമയം വൈകിട്ട് 6 മണിക്കാണ് ഗസ സമാധാന പദ്ധതി പ്രകാരം ഹമാസ് ഭരണമാറ്റത്തിന് സന്നദ്ധത അറിയിക്കേണ്ടിയിരുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കാൻ ഏതാനും ദിവസമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞു. ആദ്യഘട്ടം ഈ ആഴ്ച പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈജിപ്തിലെ റിസോർട്ട് നഗരമായ ഷാം എൽ ഷെയ്ഖിലും ഇസ്രായേലും ഹമാസും തമ്മിൽ പരോക്ഷ ചർച്ചകൾ ആരംഭിച്ചു. എന്തായാലും ഇതിലൊന്നും വ്യക്തമായ ഒരു ധാരണയിലെത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. USന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരേദ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ഹമാസ് ഇത്തരത്തിൽ കരാറിൽ ഒപ്പിട്ടാലും അതൊന്നും വിശ്വാസത്തിലെടുക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. കാരണം ഹമാസിന്റെ ചതി ഏതു നിമിഷവും പ്രതീക്ഷിച്ചു തന്നെയാണ് ഇസ്രായേലും മുന്നോട്ടു പോകുന്നത്.